വെൽക്കം ടു VPS ചാനൽ. ഇന്ന് ഇന്ത്യൻ നവോത്ഥാനത്തിലെ പ്രധാന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലെ സാമൂഹ്യ മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ സമാരംഭകൻ. രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്നതാര്? ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? രാജാറാം മോഹൻ റോയ്. ആത്മീയ സഭ സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയിയാണ് ആത്മീയ സഭ സ്ഥാപിച്ചത്. വർഷം 1815. മിറാത്തുൽ അക്ബർ, സംവാദ് കൗമുദി തുടങ്ങിയ പത്രങ്ങൾ ആരംഭിച്ച നവോത്ഥാന നായകനാര്? രാജാറാം മോഹൻ റോയ്. മിറാത്തുൽ അക്ബർ, സംവാദ് കൗമുദി തുടങ്ങിയ പത്രങ്ങൾ ആരംഭിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ്. മിറാത്തുൽ അക്ബർ ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത്? മിറാത്തുൽ അക്ബർ ഏത് ഭാഷയിൽ എഴുതപ്പെടുന്ന ദിനപത്രമായിരുന്നു? പേർഷ്യൻ ഭാഷയിലെ ആദ്യത്തെ ദിനപത്രമായിരുന്നു മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത്. രാജാറാം മോഹൻ റോയും ദ്വാരകാനാഥ് ടാഗോറും ചേർന്ന് സ്ഥാപിച്ച പത്രമാണ് ബംഗദത്ത. രാജാറാം മോഹൻ റോയും ദ്വാരകാനാഥ് ടാഗോറും ചേർന്ന് സ്ഥാപിച്ച പത്രത്തിൻ്റെ പേരാണ് ബംഗദത്ത എന്ന് പറയുന്നത്. ബ്രഹ്മസഭ സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1828 ബ്രഹ്മസഭ സ്ഥാപിക്കുന്നത്. സതി നിർത്തലാക്കിയ വർഷം 1829. സതി നിർത്തലാക്കിയത് 1829. രാജാറാം മോഹൻ റോയ് അന്തരിച്ചത് എവിടെ വെച്ചാണ്? ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ വെച്ചാണ്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റളിൽ വെച്ച് അന്തരിച്ച നവോത്ഥാന നായകനാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാര്? ദേവേന്ദ്രനാഥ ടാഗോർ. ആദ്യ ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവചന്ദ്ര സെന്നാണ് ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത്. തത്വബോധിനി സഭ സ്ഥാപിച്ചത് ആര്? തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോറാണ് തത്വബോധിനി സഭ സ്ഥാപിച്ചത്. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം, ജീസസിൻ്റെ കൽപ്പനകൾ തുടങ്ങിയ കൃതികൾ രചിച്ച നവോത്ഥാന നായകനാര്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം, ജീസസിൻ്റെ കൽപ്പനകൾ. ആര്യസമാജ സ്ഥാപകനാര്? സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആദ്യകാല നാമം എന്താണ്? മൂൽശങ്കർ എന്നാണ്. മൂൽശങ്കർ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ആദ്യകാല നാമം മൂൽശങ്കർ. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ശുദ്ധി പ്രസ്ഥാനത്തിന് രൂപം നൽകിയ നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതി രചിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശമാണ് ദയാനന്ദ സരസ്വതിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയായിട്ട് പറയുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പത്രമാണ് ആര്യപ്രകാശ്.
സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പത്രത്തിൻ്റെ പേരാണ് ആര്യപ്രകാശ്. ഹിന്ദുമതത്തിൻ്റെ ലൂഥർ, ഹിന്ദുമതത്തിൻ്റെ കാൽവൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയെ ഹിന്ദുമതത്തിൻ്റെ ലൂഥർ എന്നും ഹിന്ദുമതത്തിൻ്റെ കാൽവിനെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം സമ്മാനിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. നരേന്ദ്രനാഥ് ദത്ത് എന്ന യഥാർത്ഥ നാമമുള്ള നവോത്ഥാന നായകൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമമാണ് നരേന്ദ്രനാഥ് ദത്ത്. ഗീതയിലേക്ക് മടങ്ങുക എന്നുപദേശിച്ച നവോത്ഥാന നായകൻ ആരാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച പത്രങ്ങളാണ് പ്രബുദ്ധ ഭാരത്. പ്രബുദ്ധ ഭാരത് ഏത് ഭാഷയിൽ രചിക്കപ്പെട്ട പത്രമാണ്? ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള പത്രമാണ് പ്രബുദ്ധ ഭാരത്. ബംഗാളിൽ രചിക്കപ്പെട്ട സ്വാമി വിവേകാനന്ദൻ്റെ പത്രമാണ് ഉദ്ബോധൻ. ഉദ്ബോധൻ എന്ന് പറയുന്ന പത്രമാണ് ബംഗാളി ഭാഷയിൽ രചിക്കപ്പെട്ട പത്രമായിട്ട് പറയുന്നത്. കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവറ്റ്സ്കിയും തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണ്? അമേരിക്കയിൽ വെച്ചാണ് അവർ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. തിയോസഫിക്കൽ സൊസൈറ്റിയാണ് ബ്രഹ്മവിദ്യാസംഘം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്രഹ്മവിദ്യാസംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടനയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. 1916 ദക്ഷിണേന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാര്? 1916 ദക്ഷിണേന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആനി ബസന്റ്. 1886 മദ്രാസിനടുത്ത് അടയാറിലാണ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് അടയാറിലാണ്. കോൺഗ്രസ് ആയുധമെടുക്കാതെ ആഭ്യന്തര കലാപം നടത്തുകയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാര്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. കോൺഗ്രസ് ആയുധമെടുക്കാതെ ആഭ്യന്തര കലാപം നടത്തുകയാണ് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് സയ്യിദ് അഹമ്മദ് ഖാൻ. കോൺഗ്രസിൽ ചേരരുത് എന്ന് മുസ്ലിങ്ങളെ ഉപദേശിച്ച മുസ്ലിം പരിഷ്കർത്താവാണ് സെയ്ദ് അഹമ്മദ് ഖാൻ. കോൺഗ്രസിൽ ചേരരുത് എന്ന് മുസ്ലിങ്ങളെ ഉപദേശിച്ച മുസ്ലിം പരിഷ്കർത്താവാണ് സെയ്ദ് അഹമ്മദ് ഖാൻ. അലിഗർ പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകനാര്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ് അലിഗർ പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകൻ. സയന്റിഫിക് സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ നവോത്ഥാന നായകനാരാണ്? സയ്യിദ് അഹമ്മദ് ഖാനാണ് സയന്റിഫിക് സൊസൈറ്റി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചതാര്? യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് സെയ്ദ് അഹമ്മദ് ഖാനാണ്. ഗാന്ധിജിയുടെ ദേശീയ പുനരുദ്ധാരണം എന്ന ആശയത്തിൻ്റെ മുഖ്യ വക്താവായിരുന്നത് ആര്? ഗാന്ധിജിയുടെ ദേശീയ പുനരുദ്ധാരണം എന്ന ആശയത്തിൻ്റെ മുഖ്യ വക്താവായിരുന്നു വിനോബ ഭാവെ. വിനോബ ഭാവെ. വിനോബ ഭാവയ്ക്ക് ഭാരതരത്നം ലഭിച്ച വർഷം 1984 വിനോബ ഭാവയ്ക്ക് ഭാരതരത്നം ലഭിക്കുന്നത്. 1984. പരമഹംസ സഭ രൂപീകരിച്ചത് ആരാണ്?
പരമഹംസ സഭ രൂപീകരിച്ച നവോത്ഥാന നായകനാര്? രാമബാല കൃഷ്ണ ജയ്ക്കറാണ്. രാമബാല കൃഷ്ണ ജയ്ക്കർ. രാമബാല കൃഷ്ണ ജയ്ക്കറാണ് പരമഹംസ സഭ രൂപീകരിച്ചത്. പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നത് ആരെയാണ്? ആത്മാറാം പാണ്ഡുരംഗിനെയാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്നത്. ദൈവസ്നേഹം മാനവ സേവനത്തിൽ എന്ന മുദ്രാവാക്യമുള്ള സംഘടന ഏതാണ്? ദൈവസ്നേഹം മാനവ സേവനത്തിന് പ്രാർത്ഥനാ സമാജത്തിന്റെ മുദ്രാവാക്യമാണ് ദൈവസ്നേഹം മാനവ സേവനത്തിന് എന്നത്. യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിച്ചതാര്? യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ. ഹെൻറി വിവിയൻ ഡറോസിയോ ആണ് യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിച്ചത്. യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിച്ചത്. കൽക്കത്തയിൽ അക്കാദമിക് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? കൽക്കത്തയിൽ അക്കാദമിക് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ഡറോസിയോ ആണ്. ഹെൻറി വിവിയൻ ഡറോസിയോ ആണ് കൽക്കത്തയിൽ അക്കാദമിക് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത്. പാശ്ചാത്യ ഇന്ത്യയുടെ സോക്രട്ടീസ്, ആധുനിക ഋഷി. പാശ്ചാത്യ ഇന്ത്യയുടെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകനാര്? എം ജി റാനഡെയാണ്. എം ജി റാനഡെ. എം ജി റാനഡെയാണ് ഇന്ത്യയുടെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നും ആധുനിക ഋഷി എന്നും പാശ്ചാത്യ ഇന്ത്യയുടെ സോക്രട്ടീസ് എന്നുമൊക്കെ പറയപ്പെടുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാര്? എം ജി റാനഡെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവായിട്ട് പറയപ്പെടുന്നത്. 1887 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഫറൻസ് സ്ഥാപിച്ചതാര്? 1887 ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് സ്ഥാപിച്ചത് എം ജി റാനഡെ. എം ജി റാനഡെ. 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ നവോത്ഥാന നായകൻ ആര്? 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കാൻ കാരണമായ ആരുടെ ശ്രമഫലമായിട്ടാണ് ഈ വിവാഹ നിയമം പാസാക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ലോകഹിതവാദി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാര്? ലോക് ഹിതവാദി എന്നറിയപ്പെടുന്നത് ഗോപാൽ ഹരി ദേശ്മുഖാണ്. ഗോപാൽ ഹരി ദേശ്മുഖാണ് ലോകഹിതവാദി എന്നറിയപ്പെടുന്നത്. ജ്യോതിബ ഫുലെ 1873 സ്ഥാപിച്ച സമാജം, അതായത് സംഘടന ഏതാണ്? സത്യശോധക് സമാജാണ്. 1873 ജ്യോതിബ ഫുലെ സത്യശോധക് സമാജ് സ്ഥാപിച്ചു. ഗുലാംഗിരി സാർവജനിക് സത്യധർമ്മ പുസ്തക്. ഗുലാംഗിരി സാർവജനിക് സത്യധർമ്മ പുസ്തക് എന്ന കൃതികൾ രചിച്ച നവോത്ഥാന നായകനാര്? ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെ ആണ് ഗുലാംഗിരി സാർവജനിക് സത്യധർമ്മ പുസ്തക് എന്ന കൃതികൾ രചിച്ചത്. അംബേദ്കർ തൻ്റെ ഗുരുവായി അംഗീകരിച്ചത് ആരെയാണ്? ജ്യോതിബ ഫുലെയെ ആണ് അംബേദ്കർ തൻ്റെ ഗുരുവായിട്ട് അംഗീകരിച്ചത്. ദേവസമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ശിവ് നാരായൺ അഗ്നിഹോത്രിയാണ്. ദേവസമാജ് ശിവ് നാരായൺ അഗ്നിഹോത്രി. ദേവസമാജത്തിൻ്റെ മുഖപത്രമായിരുന്നത് ദേവശാസ്ത്ര. ദേവസമാജത്തിൻ്റെ മുഖപത്രമാണ് ദേവശാസ്ത്ര. രാജമുദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആരായിരുന്നു? വീരസാലിംഗം പന്തലു.
വീരസാലിംഗം പന്തലുവാണ് രാജമുദ്രി സോഷ്യൽ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത്. വീരസാലിംഗം പന്തലു ആന്ധ്രയിൽ നിന്നുള്ളൊരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെന്റ് ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കർ 1925 കുടിയരശ്, വിടുതലൈ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ ആരുടേതാണ്? EV രാമസ്വാമി നായ്ക്കരുടേതാണ്. കുടിയരശ്, വിടുതലൈ EV രാമസ്വാമി നായ്ക്കരുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് CN അണ്ണാദുരൈ ആണ്. CN അണ്ണാദുരൈ ദ്രാവിഡ മുന്നേറ്റ കഴകം. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കർ. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ആര്? ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ജയപ്രകാശ് നാരായൺ. സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവാണ് ജയപ്രകാശ് നാരായൺ. സർവോദയ പ്രസ്ഥാനം ആരംഭിച്ചത് ജയപ്രകാശ് നാരായൺ. സർവോദയ പ്രസ്ഥാനം ആരംഭിച്ചത് ജയപ്രകാശ് നാരായൺ. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? നവാബ് അബ്ദുൽ ലത്തീഫ്. നവാബ് അബ്ദുൽ ലത്തീഫ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. കൂടെ കമൻസും രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.